ക്യുസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണിത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാസ്റ്റ് ആണ്. കാസ്റ്റ് അയണിൽ നമ്മൾ ബീഫ് സ്റ്റേക്ക് സിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബീഫ്. അപ്പം ഇന്നത്തെ റെസിപ്പി ഇതൊരു മെക്സിക്കൻ ഡെലിക്കസിയാണ്. ഇത് വരുന്നത് ബാർബക്കോവ അല്ലെങ്കിൽ ബീഫ് കറി. മെക്സിക്കോയിലെ ഒരു ബീഫ് കറി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഇതിൻ്റെ പ്രോസസ്സ് കുക്കിംഗ് പ്രോസസ്സ് എന്താണെന്നും ഒക്കെ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഈ റെസിപ്പി എണ്ണയില്ലാത്ത ഒരു റെസിപ്പിയാണ് ബീഫ് ബാർബക്കോവ. ബീഫ് ബാർബക്കോവയ്ക്ക് അത്യാവശ്യമായി ആദ്യമായിട്ട് വേണ്ടിയത് ഏകദേശം 1.5 കിലോ ബീഫ്. ആഞ്ചോ ചില്ലീസ്, വാഹിയോ ചില്ലീസ് എന്ന് പറയുന്ന 2 ഇനം മെക്സിക്കൻ ചില്ലിയാണ്. ഇത് വാഹിയോ ചില്ലി, ഇത് ആഞ്ചോ ചില്ലി. മെക്സിക്കൻ ഫ്ലേവർ ഇതിന് കൊടുക്കും. ഇത് ലഭ്യമല്ലെങ്കിൽ സാധാരണ വറ്റൽമുളക് ഉപയോഗിച്ചാലും വളരെ സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഗാർലിക് 3 ക്ലോവ്സ് ഉണ്ട്, സിനമൺ ഉണ്ട്, ഏലക്ക ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്, പിന്നെ ഒരു ഒണിയൻ്റെ പകുതി, ബേ ലീവ്സ്, ഒരു ലൈം, 350 ml ബീഫ് ബ്രോത്ത്, പെപ്പർ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കും, അതുപോലെ സോൾട്ട്. ഈ റെസിപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. സ്റ്റെപ്പ് 1, നമ്മൾ മുളകിൻ്റെ തണ്ട് കളഞ്ഞു. അതിനുശേഷം ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് ബോയിൽ ചെയ്യും. അതിനോടൊപ്പം സവോളയും ഇടുന്നു, പിന്നെ ഗാർലിക്കും ഇടും. ഗാർലിക്കും സവോളയും മുളകും കൂടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ ഹീറ്റിൽ അതൊന്ന് ബോയിൽ ചെയ്തെടുക്കും. വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്പൈസസ് ഇതിനകത്തേക്ക് ഇടും. ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസസ് എടുത്ത് നമുക്കിതിലേക്ക് മാറ്റാം. വലുതായിട്ട് മുറിച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഓരോന്നും ഇതെടുത്ത് സീർ ചെയ്യുക. പാൻ അധികം ക്രൗഡ് ചെയ്യരുത്. സീർ ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുക. സീർ ചെയ്യുമ്പോഴത്തേക്കിനാണ് ഒരു നല്ല ഫ്ലേവർ ഇതിന് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു സീർ വന്നു. നമ്മുടെ ഒത്തിരി വ്യൂവേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ബീഫിൻ്റെ സ്റ്റേക്ക് എന്തിനാണ് നമ്മൾ സിയർ ചെയ്യുന്നതെന്ന്. സിയർ ചെയ്യുന്നത് ബീഫിൻ്റെ പുറകിലുള്ള ഷുഗർ മോളിക്യൂൾസ് കാരമലൈസ് ചെയ്ത് ഒരു ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിന് മയാഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. ആ മയാഡ് റിയാക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ഈ കളറ് കിട്ടുന്നത്. ഈ കളറ് കിട്ടുമ്പോഴാണ് ബീഫിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ഉണ്ടാകുന്നത്. ആ ഫ്ലേവർ നമ്മൾ കറിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണ് ഇത് സിയർ ചെയ്യുന്നത്. ചരിത്രപരമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് ബാർബക്കോവ ഉണ്ടാക്കുന്ന ഒരു ഫുൾ ആനിമലിനെ എടുത്തിട്ട് അതിനെ മണ്ണിനടിയിൽ കനൽ വെച്ചിട്ട് ആ കനലിൻ്റെ മുകളിൽ ആനിമലിനെ വാഴയിലയിലോ അല്ലെങ്കിൽ മെക്സിക്കോയിൽ അവൈലബിളായ അഗാവെ ലീവ്സ് ഉപയോഗിച്ചോ പൊതിഞ്ഞ് മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ദിവസം മണ്ണിനടിയിലിട്ട് സ്മോക്ക് ചെയ്തെടുത്തിട്ട് അടുത്ത ദിവസമാണ് ബാർബക്കോവ ഉണ്ടായി ആളുകൾ തിന്നുന്നത്. ഇത് ഇനീഷ്യലി ലാമ്പിലും ബീഫിലുമാണ് തിന്നുന്നത്. ഇതിൻ്റെ ഒരു ഹോം വേർഷനാണിത്. ഒരിക്കലും നമുക്ക് ഒരു വലിയ ആനിമലിനെ ഒരു കുഴിയിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മസാലയൊക്കെ പുരട്ടി അതിനെ കുഴിയിലേക്കിട്ട് വാഴയിലേക്കകത്ത് പൊതിഞ്ഞാണത് ആക്ച്വലായിട്ടുള്ള ബാർബക്കോവ വയ്ക്കുന്നത്. അത് ലാമ്പിലും ഉണ്ടാക്കാം, ബീഫിലും ഉണ്ടാക്കാം. വലിയ മൃഗങ്ങൾ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള അതിനെയാണ് സാധാരണ ബാർബക്കോവ ആയിട്ട് ഉപയോഗിക്കുന്നത്. പ്രാചീനമായിട്ടുള്ള ഒരു കുക്കിംഗ് ട്രഡീഷനാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് അധികം സ്പൈസിങ്ങും മസാലകളും ഒന്നും ഇല്ലാത്തത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രോത്ത് ഈ മിക്സ്ചറിലേക്ക് ഒഴിക്കുകയാണ്.
മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിക്കുക. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ സ്ക്വീസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലോ ഹീറ്റിലേക്ക് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ടെൻഡർനെസ് ആയി കഴിയുമ്പോൾ നിർത്താവുന്നതാണ്. ഇത് എത്ര നേരം കുക്ക് ചെയ്യണമെന്നുള്ളത് ബീഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ 1 മണിക്കൂറിനുള്ളിലാകാം, ചിലപ്പം 3-4 മണിക്കൂർ വരെ എടുക്കാം. അതെല്ലാം നമ്മുടെ ബീഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ നോക്കിയിട്ട് നമുക്കതിൻ്റെ അഭിപ്രായം പറയാം. ഉപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാത്തത്. നമുക്ക് ഗ്രേവിയുടെ ഓരോ സ്റ്റേജിലും ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് ആഡ് ചെയ്യുക. കാരണം ഓരോ ബ്രോത്തിനും ഓരോ ലെവലിലുള്ള ഉപ്പാണ്. നമ്മുടെ ബ്രോത്ത് അധികം ഉപ്പുള്ള ബ്രോത്തല്ല, എന്നാലും നമ്മളത് കെയർഫുള്ളായിട്ട് ചെയ്യുകയാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. കുറഞ്ഞു പോയാലും നമുക്ക് അവസാനം അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. തൽക്കാലം 1 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം ഉപ്പിടുവാണ്. ബ്രോത്തിനധികം ഉപ്പ് ഇപ്പം നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ലിക്വിഡ് ഏകദേശം ബോയിലായി. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഹീറ്റ് ലോ ആക്കിയിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി നമ്മളിത് ലോ ഹീറ്റിൽ വെച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കൺസിസ്റ്റൻസി ആയോന്ന്. നമുക്ക് 2 അവർ ചെക്ക് ചെയ്യാം. ഇതിന് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഫോർക്കോ നമ്മൾ ഇതിലേക്ക് കുത്തുമ്പോൾ വളരെ ഈസി ആയിട്ടത് കയറി ഇറങ്ങി പോകാൻ പറ്റണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ ഫോർക്ക് കണ്ടോ, ഫോർക്ക് ഇതിലെ ഈ കഷ്ണത്തിലേക്ക് കുത്തിയിട്ട് അത്ര സോഫ്റ്റായിട്ടത് ഈ കഷ്ണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ പീസ് നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഇത് ഏകദേശം നമുക്ക് വേണ്ട ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു പീസ് എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാം. അത് സോഫ്റ്റ്നെസ് ഉണ്ടോ, ഇതൊരു ഫോർക്ക് വെച്ച് നമുക്ക് മുറിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ടെൻഡർനെസ്സാണ്. ഇച്ചിരി കൂടെ വെന്ത് പോയി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. കുറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയായിട്ടിരിക്കുന്നുണ്ടോ. ഇതൊരു ഫോർക്ക് വെച്ച് നമുക്ക് കറക്റ്റ് ആ ഒരു വേവാണ് ഇതിന് നമ്മൾ നോക്കുന്നത്. ഇത് വായിലേക്ക് ഇട്ടാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒത്തിരി ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. സാധാരണ ഒരു ബീഫ് കഷ്ണമൊക്കെ മുറിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ടൊരു ഫോർക്ക് വെച്ച് നമ്മൾ മുറിച്ചെടുക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ഒത്തൻറ്റിക് കോമ്പിനേഷൻ ടാക്കോ ആണ്. എന്ത് ഭക്ഷണത്തിനോട് വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ടാക്കോ ബിൽഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടാക്കോ ആണ്. എൻ്റെ കയ്യിലൊരു സാൽസ ഇരിപ്പുണ്ട്. സാൽസയുടെ വീഡിയോ പിന്നെ ഒരു ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പൊടിക്കൊരു ഗ്രേവി നമുക്കിതിലേക്ക് ഒഴിക്കാം. അവിടെ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്കോ റെഡി. ഓക്കെ, ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വലിയൊരു നന്ദി. സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. താങ്ക് യു ഗൈസ്.